സംസ്ഥാനത്തെ ഹോട്ടൽ മേഖല കടുത്ത പ്രതിസന്ധിയിൽ. വാണിജ്യാവശ്യത്തിനുള്ള പാചകവാതക വില കുത്തനെ കൂട്ടിയതിൽ പ്രതിഷേധിച്ച് ബുധനാഴ്ച സംസ്ഥാന വ്യാപകമായി ഹോട്ടലുകൾ അടച്ചിട്ട് സമരം ചെയ്യുമെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ അറിയിച്ചു. ഉപഭോക്താക്കളെയും ഹോട്ടൽ ഉടമകളെയും ഒരുപോലെ ദുരിതത്തിലാക്കുന്ന കേന്ദ്ര സർക്കാർ നയത്തിനെതിരെയാണ് പ്രതിഷേധം. വാണിജ്യ സിലിണ്ടറുകൾക്ക് ഒറ്റയടിക്ക് 993 രൂപ വർദ്ധിച്ചതോടെ ഒരു സിലിണ്ടറിന്റെ വില 3000 രൂപ കടന്നു. കഴിഞ്ഞ 5 മാസത്തിനിടെ സിലിണ്ടറിന് ഏകദേശം 1500 രൂപയുടെ വർധനവാണ് ഉണ്ടായത്. ഇത് ചെറുകിട വൻകിട ഹോട്ടലുകളുടെ താളം തെറ്റിച്ചു. മെയ് 6 ബുധനാഴ്ച പുലർച്ചെ മുതൽ രാത്രി വരെ സംസ്ഥാനത്തെ എല്ലാ ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും പ്രവർത്തിക്കില്ല. സെക്രട്ടേറിയറ്റിലേക്കും ജില്ലാ കലക്ടറേറ്റുകളിലേക്കും ഓയിൽ കമ്പനികളുടെ റീജിയണൽ ഓഫീസുകളിലേക്കും ഹോട്ടൽ ഉടമകൾ പ്രതിഷേധ മാർച്ച് നടത്തും. സാധാരണക്കാർക്ക് താങ്ങാവുന്ന വിലയിൽ ഭക്ഷണം നൽകാൻ ഇനി ഞങ്ങൾക്ക് സാധിക്കില്ല. സിലിണ്ടർ വിലക്ക് പുറമെ വൈദ്യുതി നിരക്കും അവശ്യ സാധനങ്ങളുടെ വിലയും വർദ്ധിച്ചു. പൂട്ടുകയല്ലാതെ മറ്റു വഴികളില്ലാത്ത അവസ്ഥയിലാണ് ഞങ്ങൾ എന്ന് ഹോട്ടൽ ഉടമകൾ പറഞ്ഞു. ബുധനാഴ്ച സമരം സാധാരണക്കാരെയും യാത്രക്കാരെയും വലിയ രീതിയിൽ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഭക്ഷ്യ സാധനങ്ങളുടെ വില ഉടൻ വർദ്ധിപ്പിക്കേണ്ടി വരുമെന്ന സൂചനയും ഹോട്ടൽ ഉടമകൾ നൽകുന്നുണ്ട്.